ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ശക്തമായ പോരാട്ടം നടത്താൻ ബി.ജെ.പി നീക്കം. 2 സീറ്റിലെങ്കിലും വിജയം ഉറപ്പാണെന്നാണ് ബി.ജെ.പി നേതാക്കൾ പറയുന്നത്. തലസ്ഥാന മണ്ഡലത്തിൽ ശശി തരൂരിനെതിരാളിയായി ഒരു VIP-യെ തന്നെ ഇറക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത്. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സീറ്റ് ഉറപ്പിച്ചു. ഏപ്രിലിലാണ് മുരളീധരന്റെ രാജ്യസഭാ കാലാവധി പൂർത്തിയാകുന്നത്. ഇപ്പോൾ NDA ഭരണസമിതിയിൽ അംഗങ്ങളായ 7 പേരെ രാജ്യസഭയിലേക്ക് പരിഗണിച്ചിട്ടില്ല. അക്കൂട്ടത്തിൽ വി മുരളീധരനെയും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെയാണ് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചത്. ആറ്റിങ്ങലിൽ മുരളീധരൻ മത്സരിക്കുമെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. മാത്രമല്ല, തന്നോട് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രി പറഞ്ഞതായി മുരളീധരൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതുവരെ കേരളത്തിൽ നിന്ന് ഒരു അംഗത്തെ പോലും ജയിപ്പിക്കാൻ സാധിക്കാത്ത ബി.ജെ.പി ഇത്തവണ കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ മികച്ച സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. ഇക്കൂട്ടത്തിൽ മുൻ രാജ്യസഭാ MP കൂടിയായ നടൻ സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂരുമുണ്ട്. മുരളീധരൻ മഹാരാഷ്ട്രയിൽ നിന്നും രാജീവ് ചന്ദ്രശേഖർ കർണാടകയിൽ നിന്നുമുള്ള രാജ്യസഭാംഗങ്ങളായിരുന്നു. ഇവർക്ക് പുറമെ ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്, ഫിഷറീസ് മന്ത്രി പർഷോത്തം രൂപാല, നാരായൺ റാണെ എന്നിവരാണ് രാജ്യസഭയിലേക്ക് വീണ്ടും അവസരം ലഭിക്കാത്ത കേന്ദ്രമന്ത്രിമാർ. ഇവരെല്ലാവരും ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകുമെന്നാണ് സൂചന. ഒഡീഷ സ്വദേശിയായ ധർമ്മേന്ദ്ര പ്രധാൻ സംബൽപൂർ, ഖേദ്നാൽ എന്നീ മണ്ഡലങ്ങളിൽ ഒന്നിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചേക്കും. ഭൂപേന്ദർ യാദവ് രാജസ്ഥാനിലെ അൽവാറിലോ മഹേന്ദ്രഗഡിലോ സ്ഥാനാർത്ഥിയാകും. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തോ ബംഗളൂരു സെൻട്രൽ, നോർത്ത്, സൗത്ത് എന്നീ മണ്ഡലങ്ങളിൽ ഒന്നിൽ നിന്നോ ജനവിധി തേടാനാണ് സാധ്യത. മൻസുഖ് മാണ്ഡവ്യ ഗുജറാത്തിലെ ഭാവ്നഗറിലോ സൂറത്തിലോ സ്ഥാനാർത്ഥിയായേക്കും. പർഷോത്തം രൂപാല ഗുജറാത്തിലെ രാജ്കോട്ടിൽ സ്ഥാനാർത്ഥിയാകുമെന്നാണ് അഭ്യൂഹം. നിലവിൽ കേന്ദ്രമന്ത്രിസഭയിൽ അംഗങ്ങളായ രാജ്യസഭാംഗങ്ങളിൽ റെയിൽവേ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അശ്വിനി വൈഷ്ണവ്, എൽ മുരുകൻ എന്നിവർക്ക് മാത്രമാണ് വീണ്ടും രാജ്യസഭയിലേക്ക് അവസരം നൽകുന്നത്. 2 അതിൽ കൂടുതലോ തവണ രാജ്യസഭാംഗങ്ങളായവർക്ക് ഇത്തവണ അവസരം നൽകിയിട്ടുമില്ല. ഇക്കാര്യത്തിൽ ഒരേ ഒരു അപവാദം പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ മാത്രമാണ്. അദ്ദേഹത്തെ ആകട്ടെ 2022 കോൺഗ്രസ് ഭരണം പിടിച്ച ഹിമാചൽ പ്രദേശിൽ നിന്ന് ഗുജറാത്തിലേക്ക് മാറ്റുകയും ചെയ്തു. കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാജിവെച്ചെത്തിയ മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കും ബി.ജെ.പി അവസരം നൽകുന്നുണ്ട്. ഇത്തവണ കാലാവധി പൂർത്തിയാക്കുന്ന 28 പേരിൽ 4 പേർക്ക് മാത്രമാണ് ബി.ജെ.പി വീണ്ടും രാജ്യസഭയിൽ അവസരം നൽകുന്നത്. ശേഷിക്കുന്ന 24 പേരോടും ലോക്സഭയിലേക്ക് മത്സരിക്കാനുള്ള താല്പര്യം ആരാഞ്ഞതായാണ് വിവരം. ഈ വരുന്ന ഏപ്രിലിൽ ഒഴിവ് വരുന്ന 56 രാജ്യസഭാ സീറ്റുകളിൽ 28 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ബി.ജെ.പി പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പുതുമുഖങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയത്. പൊതുജനങ്ങൾക്ക് അത്ര പരിചിതരല്ലാത്ത സ്ഥാനാർത്ഥികളും ബി.ജെ.പി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വനിതാ വോട്ടർമാർ പാർട്ടിയോട് കാണിക്കുന്ന കൂറ് മനസ്സിലാക്കി വനിതകൾക്കും അവസരം ഉറപ്പാക്കി. അടുത്തിടെ നടന്ന 5 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരീക്ഷിച്ച് വിജയിച്ച അതേ തന്ത്രമാണ് ലോക്സഭാ, രാജ്യസഭാ തിരഞ്ഞെടുപ്പിലും ബി.ജെ.പി പയറ്റുന്നത്. വ്യക്തി കേന്ദ്രീകൃതം എന്നതിൽ നിന്ന് മാറി കൂട്ടുത്തരവാദിത്തത്തിന് പ്രാധാന്യം നൽകിയ പാർട്ടി വൻകിട സ്ഥാനാർത്ഥികളെയും രംഗത്തിറക്കിയിട്ടുണ്ട്. ഇതിൽ ലോക്സഭാ MP-മാരും ഉൾപ്പെടുന്നു. തന്ത്രം ഫലിച്ചതോടെ ബി.ജെ.പി മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ അനായാസം ഭരണം പിടിച്ചു. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ തന്ത്രം പരീക്ഷിച്ച് 3ാമതും അധികാരം പിടിക്കാനാണ് പാർട്ടിയുടെ ശ്രമം.